എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുർക്കി പ്രസിഡന്റ് എർദോഗന് വലിയ രീതിയിലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഹമാസിന് പണവും ആയുധം കൊടുക്കുന്നത് തുടരുകയാണെങ്കിൽ ഏത് നിമിഷവും ഇസ്രായേൽ തുർക്കിയിൽ കയറി അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഈ വഴിയെ പോകുന്നവരെ, അത് ഖത്തറായാലും പാകിസ്ഥാനായാലും ഇവർക്ക് കയറി ഇസ്രായേൽ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു? അപ്പോൾ ഇസ്രായേൽ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനാണ്. അവർക്കൊരു ആഗ്രഹമില്ല ഖത്തറിനെ തകർക്കാനോ ആ രാജ്യത്തെ തകർക്കാനോ. ഖത്തറിനായാലും തുർക്കിയായാലും പാകിസ്ഥാൻ ഇവരൊക്കെ അടിച്ച് തകർക്കാൻ ഇസ്രായേലിന് ഒരു ആഗ്രഹവുമില്ല. അവർ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹമാസ് നേതാക്കന്മാരെ കൊല്ലുക, അവരെ ഉന്മൂലനം ചെയ്യുക, ഇസ്രായേലിന് സമാധാനത്തോടു കൂടി ജീവിക്കണം. ഇസ്രായേൽ പ്രധാനമന്ത്രി മുമ്പ് ഒരു കാര്യം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് മറ്റ് ലോകത്തിലെ ഏത് രാജ്യവും ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഒരു മണിക്കൂറെങ്കിലും ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം ഇല്ലാതാവും. ശരിയാണ്. ഈ കണ്ട കാലം എത്രയും അവർ ആയുധം ഏന്തിയാണ് എന്താ പറയേണ്ടത്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ആയുധം ഏന്തുന്നത്. അവർക്ക് ഒരാളെയും ഒരു രാജ്യത്തെ നശിപ്പിക്കാനോ ഉച്ചൂട് മുടിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് വർഷങ്ങളായിട്ട് അവിടെ ചോര പൊഴിക്കുന്ന ഹമാസിനെ പോലത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അഭയം കൊടുക്കുന്ന ഖത്തറായാലും തുർക്കിയായാലും ഇവരൊക്കെ എന്താ പറയേണ്ടത്, ഇവരൊക്കെ ഏത് നിമിഷം ആക്രമിച്ചില്ലാതാക്കും. തുർക്കി എന്ന രാജ്യത്തെ അല്ല, അവർക്ക് കൊടുക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അവരെവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഈ രാജ്യത്ത് ഖത്തറിലായാലും തുർക്കിയിലായാലും എവിടെ കൊണ്ട് ഒളിപ്പിച്ചു കഴിഞ്ഞാലും ഇസ്രായേലിന് മൊസാദിൻ്റെ പിള്ളേർ അവിടെ എത്തും. ഇസ്രായേൽ കയറി അടിച്ച് അവരെ ഇല്ലാതാക്കും. ആ ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് എന്താ പറയേണ്ടത് നെതന്യാഹു തുർക്കിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തുർക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയോ? തുർക്കി എന്ന് വെച്ചാൽ ഒരു നാറ്റോ രാജ്യമാണ്. ഈ നാറ്റോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാറ്റോയിലെ ഒരു സഖ്യകക്ഷി, നാറ്റോയിൽ ഉൾപ്പെട്ട അംഗമായ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാറ്റോയിൽ ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കും. അതുകൊണ്ടാണ് ഇപ്പം ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ഉക്രൈനെ നാറ്റോയിൽ കൊണ്ടുവരാനാണ് ഡൊണാൾഡ് ട്രംപ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായത് റഷ്യയുടെ ബോർഡറിലുള്ള ഈ രാജ്യം ഉക്രൈൻ നാറ്റോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ റഷ്യ വന്ന് ആക്രമിക്കാൻ പറ്റും. അത്തരത്തിലൊരു വഴി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയ്ക്ക് ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ടും, അതായത് ഒരു മാസം കൊണ്ട് യുദ്ധം തീരുമെന്ന് വിചാരിച്ച യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം ഇതുവരെയായിട്ടും തീരാത്തത്. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രാറ്റജിയാണ് ഉക്രൈനും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ട് വലിയ രീതിയിലൊരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. അതായത് അറബ് ലീഗിൽ ഉൾപ്പെട്ട രാജ്യങ്ങളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാം കോർപ്പറേഷൻ അതിൽ ഉൾപ്പെട്ട രാജ്യങ്ങളും ഏകദേശം 40-45ഓളം രാജ്യങ്ങളുടെ ഒരു വലിയ സമ്മിറ്റ് ദോഹയിൽ നടക്കുകയുണ്ടായി. അതിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഈ മറ്റു രാജ്യങ്ങളോടൊക്കെ വലിയ രീതിയിൽ അപേക്ഷിച്ചു, അറബ് രാജ്യങ്ങളോടൊക്കെ അപേക്ഷിച്ചു, നമുക്ക് ഒരേ ഒരു വഴി, ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയുടെ കാല് പിടിക്കുക. അത് അമേരിക്കയ്ക്കും ചില പരിധികളുണ്ട്. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ പറ്റൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാറി വരുന്ന ലോകക്രമങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താ പറയുക അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ പറ്റുമെന്ന്. അപ്പോൾ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കേൾക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തുർക്കി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇസ്രായേൽ ഇവർ ആക്രമിക്കുകയാണെങ്കിൽ, തുർക്കി ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങളൊക്കെ ചേർന്ന് ഏകദേശം 45ഓളം അറബ് രാജ്യങ്ങൾ ഇതൊക്കെ ചേർന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കുക. അത് നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും മുമ്പ് നെതന്യാഹു പറഞ്ഞ മാതിരി, അതായത് ഞങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം, നേരെ മറിച്ച് ഒരു മണിക്കൂറത്തേക്ക് നേരമെങ്കിലും ഇസ്രായേൽ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇല്ലാതാക്കും. അപ്പോൾ അത്തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം ഇപ്പോൾ ഹമാസിന് ഏറ്റവും കൂടുതൽ പണവും ആയുധങ്ങൾക്ക് കൊടുക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഖത്തറും ഒന്ന് ഇവരുമാണ്, ഒന്ന് തുർക്കിയുമാണ്. അപ്പോൾ തുർക്കിക്ക് ഒരു കാര്യമുണ്ട്. തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളുടെ ഭർത്താവുണ്ട്. ആ മകളുടെ ഭർത്താവ് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, അതിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനി തുർക്കിയിൽ നിന്നാണ് ഡ്രോണുകളൊക്കെ പോയത്. അപ്പോൾ ഇന്ത്യക്കും ചില കലിപ്പുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇൻ കേസ് ഈ ഇസ്രായേൽ തുർക്കിയിൽ കയറി അടിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സഹായങ്ങളും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയും ഇസ്രായേലിന് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്കും നന്നായിട്ട് ഒരാഗ്രഹമുണ്ട് തുർക്കിക്ക് ഒരു പണി കൊടുക്കാൻ. കാലങ്ങളായിട്ട് പാകിസ്ഥാൻ നമ്മളെ അങ്ങനെ അതിർത്തി കടന്നുള്ള തീവ്രവാദം അതിനൊക്കെ ഫണ്ട് ഒഴുക്കുന്നതിന് നല്ലൊരു പങ്ക് തുർക്കിക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറയില്ലേ, ഈ കേരളത്തിലെ സുഡാപ്പികളെ ബാപ്പയാണ് സൗദി അറേബ്യ, ഇവരൊക്കെ ഖത്തർ എന്നൊക്കെ പറയുന്നത്. ശരിക്കും അതൊന്നല്ല, അവർ യഥാർത്ഥ ബാപ്പ എന്ന് പറയുന്നത് ഈ തുർക്കിയാണ്. അപ്പോൾ തുർക്കിക്ക് അടിക്കുകയാണെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള രോദനങ്ങൾ നമുക്ക് കാണാം. ഇവിടെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ഏത് തരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ വലിയ രീതിയിൽ അത് പ്രതീക്ഷയോടെ കാണുകയാണ് എന്താണ് അവർ പറയുന്നതെന്ന്. അപ്പോൾ എന്ത് തന്നെയാലും ഇൻ കേസ് ഇസ്രായേൽ തുർക്കിയിൽ കയറി അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും അത് നല്ലൊരു പങ്കുണ്ടാവും. പക്ഷേ ഈ മൊസാദിൻ്റെ അതേമാതിരി തന്നെയാണ് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും വലിയ രീതിയിൽ തുർക്കിയിലെ സ്വാധീനം, അതായത് അത്തരത്തിലുള്ള പലതരത്തിലും പല മേഖലകളിലും നുഴഞ്ഞു കയറാൻ പറ്റിയ, അതായത് പല സംവിധാനങ്ങളും നുഴഞ്ഞു കയറാൻ പറ്റിയും പല സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യാൻ പറ്റിയ ഒരു കപ്പാസിറ്റിയുള്ള ഒരു ഇൻ്റലിജൻസ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യക്കാർക്കും ആഗ്രഹമുണ്ട്. ഇന്ത്യ അന്നേ ഓങ്ങി വെച്ചാണ് ഈ തുർക്കിക്ക് കാലങ്ങളായിട്ട് ഓങ്ങി വെച്ചിരിക്കുകയാണ്. തുർക്കിക്ക് എന്താണ് പാകിസ്ഥാന് വേണ്ടി ചെല്ലും കൊടുത്ത തീവ്രവാദികൾ
ഫണ്ട് ചെയ്യുന്നത് വലിയൊരു പങ്കും വരുന്നത് തുർക്കിയിൽ നിന്നാണ്. അപ്പോൾ അതെന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനും തുർക്കിക്കുള്ള ഒരു പണി കൊടുക്കാനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളും അവിടെ ഇസ്രയേലിനെ സഹായിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ നെതന്യാഹു ചുമ്മാ അങ്ങ് പറയില്ല, അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും. അതായത് വാണിംഗ്, അതായത് മോഹൻലാൽ പറയുന്നില്ലേ, ഇത് ചുമ്മാ പറയുന്നല്ല, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. മോഹൻലാലൊക്കെ ചില സിനിമയുടെ ഡയലോഗ് പറയുന്നില്ലേ, അതുമാതിരി തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ എന്തിനായാലും എർദോഗൻ ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അറബ് രാജ്യങ്ങളിലൂടെ ഈ സമ്മിറ്റിൽ പോയിട്ട് എല്ലാവരും കൂടി യോജിപ്പിച്ചിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കാല് പിടിച്ച് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ പറ്റും, ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കോമൺ തീരുമാനം വന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, അതായത് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഇവരുടെ ഈ ആവശ്യത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തിനായാലും അമേരിക്ക എന്തായാലും ഇസ്രായേലൊന്നും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. അവർ വർഷങ്ങളായിട്ടുള്ള അമേരിക്കയുടെ പല തലപ്പത്തും ഈ ജൂതന്മാരുടെ ഒരു കൈയുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ പറയുന്നത് കേൾക്കാം, അതായത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അമേരിക്ക നിയന്ത്രിക്കുന്ന പോലും അതായത് ജൂതന്മാർ തീരുമാനിക്കും ആര് ഭരണത്തിൽ വരണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കാലത്ത് റിലേഷൻ ഉണ്ടെന്നിരിക്കുകയും അമേരിക്ക ഇസ്രായേലിനെതിരെ തിരിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു മാറി വരുന്ന ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഇനി ഈ ഇസ്ലാമികളെ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാശ് കണ്ടും അവരുടെ എന്താ പറയുക അതിൽ സുഖസൗകര്യങ്ങളിലും വീണ് മയങ്ങി ചിലപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ അത്രയ്ക്കും വിവരമില്ലാത്തവനാണോ ഒന്ന് ആലോചിച്ച് നോക്കിയും. അതായത് ചുമ്മാ ഇരാന ഹിൽസിൽ കയറി ഇന്ത്യ ബോംബ് പൊട്ടിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ താരിഫ് 25%, 50% ഇങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ 145 കോടി ജനങ്ങളുടെ വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യയുടെ ഒരു പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ അത്രയും വരുന്ന ഒരു മിഡിൽ ക്ലാസ് ബൈയിങ് പവർ നന്നായിട്ട് നല്ലൊരു ബൈയിങ് കപ്പാസിറ്റി ഉള്ള ഒരു ജനത ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെ നമ്മുടെ ശത്രു രാജ്യമായി നിലക്ക് നിർത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അവിടുത്തെ ബിസിനസ് സമൂഹമൊക്കെ ശരിക്കും അമേരിക്കയ്ക്ക് എതിരായിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള എന്താ പറയേണ്ടത്, ഈ ഡൊണാൾഡ് ട്രംപ് താരിഫ് വിഷയത്തിൽ ഇന്ത്യ തൻ്റെ പുറകെ വരും എന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. ഇസ്രായേലൊക്കെ വലിയ രീതിയിലുള്ള ഇന്ത്യയുടെ ആ സ്റ്റാൻഡ്, അതായത് ഇന്ത്യ അമേരിക്കയോട് സ്വീകരിച്ച നിലപാട് എല്ലാ രാജ്യങ്ങളും അനുകരിക്കണമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും നല്ല രീതിയിൽ, അതായത് ഇന്ത്യയിലും ഇസ്രായേലും കോമൺ ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും ഇസ്ലാമിക് ജിഹാദികൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് തന്നെയാണ് ഇസ്രായേലിലെ മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ഇന്ത്യയുടെ പല കാര്യങ്ങളായാലും വളരെ എന്താ പറയുക അഭിമാനത്തോട് കാണുന്ന വളരെ ഇത് റെസ്പെക്റ്റ് തരുന്ന അവർ മീഡിയയിലും നമ്മുടെ ഇന്ത്യയിലെ പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ്. അപ്പോൾ അവരും പറയുന്നത് നമ്മളും ഇന്ത്യ ഒരേ പോലത്തെ ആൾക്കാരാണ്. അതായത് നമ്മൾ രണ്ടുപേരും ഇസ്ലാമിക് ജിഹാദ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ നിരന്തരം കൊണ്ടിരിക്കുന്നവരാണ് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ജെറുസലേം പോസ്റ്റിലേക്ക് വന്ന വലിയൊരു കാര്യമുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിനെതിരെ താരിഫ് വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. അത് നട്ടല്, അതായത് ഇന്ത്യ കാണിച്ച നട്ടല്, ഇന്ത്യൻ ഭരണകൂടം കാണിച്ച നട്ടല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തുതന്നെയാലും മാറി മരുന്ന ഈ ലോകക്രമത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ചായിരിക്കും ഇനി പോരാട്ടങ്ങളുടെ നാൾവടികൾ. അതായത് ചിലപ്പോൾ ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ സേനയോ നേരിട്ട് ഇവരെ അസിസ്റ്റ് ചെയ്യുന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അറ്റാക്ക് നടത്തുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ തന്നെ അറ്റാക്ക് നടത്തുമ്പോൾ അവിടെ പല ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇവിടെ തുർക്കിയിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇൻ്റലിജൻസർക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പം എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്ത് കറക്റ്റ് ഡീറ്റെയിൽസ് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ അങ്ങനത്തെ അറ്റാക്ക് നടത്താൻ പറ്റൂ. നേരത്തെ പറഞ്ഞ മാതിരി ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കില്ല ഒരു രാജ്യത്തെ ഇല്ലാതാക്കണമെന്നല്ല അവരുടെ ആഗ്രഹം. അതായത് അവരുടെ രാജ്യത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹമാസ് ലീഡേഴ്സിനെ തീർക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അതായത് ഈ ഇസ്രായേൽ തുർക്കിയിൽ കയറി അടിക്കുന്നതും നമ്മുടെ കൂടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂരിൽ ഡ്രോണുകൾ കൊടുത്തത് ഈ തുർക്കി പ്രസിഡന്റാണ്. അതായത് അത് മാത്രമല്ല ഒരുപാട് പണവും തീവ്രവാദികൾക്ക് വേണ്ട ചെലവും ഒക്കെ കൊടുത്ത് ഇന്ത്യക്കെതിരെ പോരാടാൻ തീവ്രവാദികളെ പ്രാപ്തരാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്ന ഈ തുർക്കിയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും ഇസ്രായേൽ കയറി അവരെ അടിച്ചിട്ട് അവന്മാരെ പരിപ്പിളക്കണം. അവന്മാരെ എന്താ പറയണ്ടേ, ഇനി തീവ്രവാദികൾക്കെതിരെ ചെലവും കൊടുക്കുന്ന അവർക്ക് ഫണ്ട് കൊടുക്കുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണം.